പോളിഗൺസ് എന്ന ചാപ്റ്ററിൽ അധികം ആരും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നതും അതുപോലെ എക്സാമിന് ഷുവറായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ടൈപ്പ് ചോദ്യങ്ങളാണ് വരയ്ക്കാനുള്ള ചോദ്യങ്ങൾ. കഴിഞ്ഞ പ്രാവശ്യത്തെ ഓണം എക്സാമിന് ഉണ്ടായിരുന്നു. സോ രണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. പഠിച്ചു പോവുക. പോളിഗൺസ് എന്ന ചാപ്റ്റർ എക്സാമിനുള്ളവർ ചില സ്കൂളിലൊന്നും ഈ ചാപ്റ്റർ എടുത്തിട്ടില്ല, അതുകൊണ്ട് അത് പേടിക്കേണ്ട. പക്ഷെ പോളിഗൺസ് എടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് പഠിക്കണം. വരയ്ക്കാനായിട്ട് ഒരുപാട് മക്കൾ മെസ്സേജ് ചെയ്തിരുന്നു വീഡിയോ ആയിട്ട് ചെയ്യാൻ, അതിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ്. സോ മക്കൾ എല്ലാ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യാൻ ആദ്യം പറഞ്ഞുകൊണ്ട് ഡ്രോ എ ഹെക്സഗൺ ഓഫ് ഈക്വൽ സൈഡ്സ് വിത്ത് ആംഗിൾസ് ഡിഫറെന്റ്. വശങ്ങളെല്ലാം തുല്യമായിരിക്കണം, കോണളവുകൾ തുല്യമാവണ്ട, ഡിഫറെന്റ് ആയിട്ട് വരച്ചോ. അത്തരത്തിലുള്ള ഒരു ഹെക്സഗൺ വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് നമുക്കറിയാം ഒരു ഷഡ്ഭുജം ആയതുകൊണ്ട് അതിന് 6 വശങ്ങൾ ഉണ്ടായിരിക്കും. 6 വശം ആയതുകൊണ്ട് തന്നെ അതിന്റെ ഇന്നർ ആംഗിൾസിന്റെ സമ്മ് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യാറ് നമ്മൾ? n-2 × 180 എന്നിന് പകരം 6 അങ്ങോട്ട് കൊടുക്കും. അപ്പൊ 6 - 2 × 180, അതായത് 4 × 180 നമുക്കറിയാം 720. നിങ്ങൾ ഇത്ര മാത്രം ശ്രദ്ധിച്ചാൽ മതി. ആംഗിൾസ് ഡിഫറെന്റ് ആയിട്ട് വരയ്ക്കണം. അതിപ്പോ എല്ലാതും ഡിഫറെന്റ് ആവണമെന്നുണ്ടോ? ഇല്ല. ഇപ്പോൾ ഒരെണ്ണം ഇപ്പൊ 120 ആയി നിൽക്കുക. അപ്പൊ എല്ലാം കൂടി കൂട്ടുമ്പോൾ ശ്രദ്ധിക്കുക, എല്ലാ ആംഗിൾസ് 6 ആംഗിൾസും കൂടി കൂട്ടുമ്പോൾ 720 വരാൻ പാടുള്ളൂ. 920 വന്നു കഴിഞ്ഞാൽ തെറ്റി. അപ്പൊ 120 വരച്ചു ആദ്യത്തെ ആംഗിൾ. 110, 130, ഇപ്പൊ എത്രയായി? ഇതെല്ലാം കൂടി കൂട്ടിയേ. ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ 360 കിട്ടും. ബാക്കി ഇനി എല്ലാം 120 ആയതുകൊണ്ട് സെയിം ആയതുകൊണ്ട് എന്താ വ്യത്യാസമൊന്നുമില്ല, തെറ്റൊന്നുമില്ല. ആംഗിൾസ് ഇത് അതോടെ ഡിഫറെന്റ് ആയിട്ട് വരച്ചിട്ടില്ലേ? 130, 110 ആയാലും മതി. എല്ലാതും സെയിം ആവേണ്ടിരുന്നാൽ മതി. കുറച്ചൊക്കെ ഡിഫറെന്റ് ആയാലും കംപ്ലീറ്റ് മാർക്ക് കിട്ടും കേട്ടോ. അപ്പൊ ഈ ഒരു പാറ്റേണിലാണ് നമ്മൾ ഹെക്സഗൺ വരയ്ക്കാൻ പോകുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, എല്ലാം കൂടി കൂട്ടുമ്പോൾ 720 കിട്ടുന്നുണ്ടെന്ന് ചെക്ക് ചെയ്യുക. മാത്രമല്ല എല്ലാ വശങ്ങളും തുല്യമായിരിക്കും. സോ സാർ ഇവിടെ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഷഡ്ഭുജത്തിന്റെ വശത്തിന്റെ നീളം 3 സെന്റിമീറ്ററാണ്. അപ്പൊ ഏറ്റവും ഫസ്റ്റ് ചെയ്യേണ്ട ഈസി ആയിട്ടുള്ള സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 സെന്റിമീറ്ററുള്ള വര വരയ്ക്കുക. എളുപ്പമല്ലേ? സ്കെയിലും പെൻസിലും വെച്ചിട്ട് 3 സെന്റിമീറ്റർ ഒരു വര സാർ ഇവിടെ വരച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്നാണ് നമ്മൾ ബാക്കിയുള്ള പരിപാടികൾ ചെയ്യാൻ പോകുന്നത്. ഞാൻ ഇവിടെ നിന്ന് ഒരു 110ഉം ഇവിടെ നിന്ന് ഒരു 130 എടുക്കാനാണ് ആഗ്രഹിക്കുന്നത്. സോ അങ്ങനെ എടുക്കാൻ ആഗ്രഹിച്ചാൽ മാത്രം പോരാ, അതിനുള്ള സാധനങ്ങൾ വേണം. എന്താണ് അതിന് ഏറ്റവും ആവശ്യമുള്ള സാധനം? നമ്മുടെ പ്രൊട്രാക്ടർ ചേട്ടൻ. വീഡിയോ ഒരു 1.25x കണ്ടോട്ടാ. കാരണം വരയ്ക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാഗാണ്. എന്നാലും നമ്മൾ എന്റർടൈൻമെന്റിലൂടെ വരയ്ക്കാൻ ശ്രമിക്കാം. 130 ഇവിടെ നിന്ന് എടുക്കുക. അങ്ങനെയാണെങ്കിൽ 110 ഇവിടെ നിന്ന് എടുക്കാം. 130 എവിടെ വരിക? കുറച്ച് നീണ്ടിട്ടുള്ള 130. അവിടെ പോയിന്റ് മാർക്ക് ചെയ്തിട്ടോ. അതുപോലെ തന്നെ ഇവിടെ ഒരു 110ന്റെ പോയിന്റ് മാർക്ക് ചെയ്തിട്ടോ. വശത്തിന്റെ നീളം 3 സെന്റിമീറ്ററിനെ എടുത്തിട്ടാ, അത് മറക്കല്ലേ. 110ഉം ഇവിടെ മാർക്ക് ചെയ്തു. ഇവിടെ 130. ഇനി അവിടേക്ക് ഒരു 3 സെന്റിമീറ്റർ തന്നെ എനിക്ക് സ്കെയിലിൽ യോജിപ്പിക്കണം. ബോർഡിൽ വരയ്ക്കാനുള്ള പ്രശ്നം നിങ്ങൾക്ക് അറിയാലോ. പണ്ട് മുതൽ നിങ്ങൾ എൻ്റെ ക്ലാസ് കാണുന്നതല്ലേ. ഇച്ചിരി ഒരു എന്താണ് ടാസ്ക് പിടിച്ച പരിപാടിയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടം എന്താ? പേനയും പെൻസിലും എടുത്തിട്ട് സ്കെയിലും പെൻസിലും എടുത്തിട്ട് നോട്ടിൽ വരയ്ക്കുക. വരച്ച് കളറ് ഒരേ കളറിനെ ആയിക്കോട്ടെ അല്ലേ. കളറ് ഇപ്പം എന്താ ചെയ്യാം? ഗിരിയേട്ടൻ കളർ ഇപ്പോൾ മാറ്റാനേ, അല്ലെങ്കിൽ എല്ലാവരും ഡിഫറെൻ്റ് ആയിട്ട് വരച്ചാലോ? വേണ്ട അല്ലേ, മഞ്ഞനെ കിടക്കട്ടെ, പ്രശ്നമില്ല. ഓക്കെ. ഇനി ഇതാ ഇവിടെയും നമ്മൾ 3 സെന്റിമീറ്റർ, എല്ലാം വശങ്ങൾ ഇതാ 3 സെന്റിമീറ്റർ അല്ലെങ്കിൽ പണിപാളി. ഇവിടെ നിന്ന് ശ്രദ്ധിക്കുക, കോമ്പസ് നമ്മൾ ഓൾറെഡി കോമ്പസ് അല്ലത് സ്കെയിലിൽ 3 സെന്റിമീറ്റർ തന്നെ കേട്ടാ എല്ലാ വശവും. അത് ടീച്ചർമാർ പ്രത്യേകം ശ്രദ്ധിക്കും. ഓക്കെ. അപ്പോൾ 3 സെന്റിമീറ്ററിലേക്ക് ഇവിടേക്ക് തന്നെ വരയ്ക്കാൻ പോവാണ്. യെസ്, ഓഫ് കോഴ്സ് 3 സെന്റിമീറ്റർ ഇവിടുന്ന് വരയ്ക്കാം കേട്ടോ. 3 3 3 3 3. ഓക്കെ, 3. ഇതിൻ്റെ ഒരു നമുക്ക് പെർഫെക്ഷനിസ്റ്റ് ആയതുകൊണ്ടേ ചില പ്രശ്നമുണ്ട്. പക്ഷെ ബോർഡിൽ പെർഫെക്ഷൻ നോക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ടത്തരാണ്. എന്നാൽ കൂടി ഞാൻ നിങ്ങൾക്ക് പക്കയായിട്ട് പറയും. 2.9 ആയിരുന്നു നേരത്തെ, ഇപ്പോൾ 3 ഇപ്പോൾ ഹാപ്പിയാ. അപ്പോൾ ഇനി ബാക്കിയുള്ള ആംഗിൾസ് ഒക്കെ എത്രയാ? ബാക്കിയുള്ള ആംഗിൾ ഇപ്പോൾ നമ്മൾ എത്ര വശങ്ങൾ വരച്ചു കഴിഞ്ഞു? 1 2 3 വശങ്ങൾ വരച്ചു കഴിഞ്ഞു. ആ 3 വശങ്ങളിൽ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണ് പ്രത്യേകത? ആ 3 വശങ്ങളും തുല്യമാണ്. ഇവിടെ ഏതൊക്കെ ആംഗിൾസ് ആണ് വരച്ചത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടുന്ന് 110, ഇവിടെ 130. ഇനി ഇതാ ഇവിടെ നിന്ന് ഒരു 120 കൂടി വരയ്ക്കുകയാണേ. അത്രയേ ഉള്ളൂ, നമ്മൾ പരിപാടി കഴിഞ്ഞു. ഇവിടെ നിന്ന് ഇതാ 120 ഡിഗ്രി കൂടി വരയ്ക്കുകയാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, പാറ്റേൺ പറഞ്ഞല്ലോ. അപ്പോൾ ഇതാ 120 മാർക്ക് ചെയ്യുക. 120 എവിടെയാണ് നമ്മുടെ 120? ശ്രദ്ധിക്കുക, ഇവിടെയാണ് നമ്മുടെ 120. അടുത്ത് ശ്രദ്ധിക്കേണ്ടത് എന്താ? 3 സെന്റിമീറ്റർ ആവണം കേട്ടോ. വശങ്ങളുടെ എണ്ണം 3 ആയിരിക്കണം. വശങ്ങളുടെ നീളം 3 ആയിരിക്കണം. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ സ്കെയിൽ വെച്ചു. അവിടേക്ക് റെഡി, ഇത്ര നീളം മതി അല്ലേ? അങ്ങനെ ശരിച്ചു വെച്ചു. ഇവിടേക്ക് വരയ്ക്കാൻ പൂവാണ് നമ്മൾ ഓക്കെ. യെസ്, ഫൈനലി
നമ്മൾ അവിടെയും വരച്ചു. പരിപാടി കഴിഞ്ഞു. എന്താ സാറേ പരിപാടി കഴിഞ്ഞു എന്ന് പറയണേ? ഇവിടുന്ന് വീണ്ടും കോണളവുകൾ എടുത്ത് വരയ്ക്കാൻ നിൽക്കണ്ട. അതിന് ഞാൻ പറഞ്ഞ പരിപാടി കഴിഞ്ഞു എന്ന്. അതായത് നമുക്കറിയാം വ്യക്തമായിട്ട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് എല്ലാ സൈഡ്സും തുല്യമായിരിക്കണം എന്ന്. സോ ഇനി കോമ്പസിന്റെ പരിപാടി മാത്രമേ ഉള്ളൂ. അതായത് 3 സെന്റിമീറ്റർ അല്ലേ നമ്മുടെ വശത്തിന്റെ നീളം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ 3 സെന്റിമീറ്റർ കോമ്പസിൽ എടുക്കുക. 3 സെന്റിമീറ്റർ കോമ്പസിൽ എടുത്തതിന് ശേഷം ഇവിടെ കൊണ്ടുപോയിട്ട് നമ്മുടെ കോമ്പസ് വെക്കുക. ഒരു പ്രാവശ്യം ഒറ്റയ്ക്ക് വരയ്ക്കാനുണ്ടാവും. പ്രോമിസ് ചെയ്തേ. പിങ്കി പ്രോമിസ് ആണെങ്കിൽ ക്ലാസ്സിലേക്ക് ചെയ്തിട്ട് പിങ്കി പ്രോമിസ് എന്ന് കമന്റ് ചെയ്തേ. ഒറ്റയ്ക്ക് വരച്ച് നോക്കുന്നു പറയുന്നവർ മാത്രം കേട്ടോ. ഓക്കെ റെഡി. 3 സെന്റിമീറ്റർ 3 സെന്റിമീറ്റർ ഇവിടെ നിന്ന് ഒരു ആർക്ക് വരയ്ക്കുക. അതുപോലെ എൻ്റെ കോമ്പസ് എനിക്ക് ഫ്ലിപ്പ് ചെയ്യാൻ പറ്റും. ചാതി സെറ്റപ്പാ. ഇനി ഇവിടെ കൊണ്ടുപോയി എൻ്റെ കോമ്പസ് വയ്ക്കുക. കോമ്പസ് ഇങ്ങനെ വെച്ചിട്ട് വീണ്ടും നമ്മൾ ആർക്ക് വരയ്ക്കുക. വരച്ചുട്ടാ. ഇനി എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും എൻ്റെ യെല്ലോ ലൈൻ എടുക്കുക. അങ്ങോട്ട് ഇഷ്ടടാ എൻ്റെ തിക്നെസ് ഇത്തിരി കൂട്ടരുത് കേട്ടോ. തിക്നെസ് ഇതിൻ്റെ എത്ര വേണം. എവിടേക്ക് ഇങ്ങനെ യോജിപ്പിച്ചാൽ മതി. ഇതിങ്ങനെയും അതുപോലെ ഇതിങ്ങനെയും യോജിപ്പിച്ച് കഴിഞ്ഞാൽ എൻ്റെ ഷഡ്ഭുജമായി. ഒന്നുകൂടി പെർഫെക്ഷൻ നോക്കട്ടെ. പെർഫെക്ഷൻ ഇല്ലാതെ നമുക്കൊന്നും ആവില്ല. കറക്റ്റായിട്ട് വരയ്ക്കണം സാറേ. ഓക്കെ. ഒരു പൊടിക്കാണ്ട് ചെറുതായിട്ടൊന്നും മാറിയിട്ട് കുഴപ്പമൊന്നുമില്ല. റെഡി. ഇതാണ് നമ്മുടെ ഷഡ്ഭുജം. ഇതിനെ നോക്കുമ്പോൾ ഒരു വൃത്തി ഉണ്ടാവില്ല. ആ വൃത്തിയില്ലാത്ത ഷഡ്ഭുജം തന്നെയാണ് നമുക്ക് ആവശ്യം. കാരണം എന്താ, എല്ലാ വശങ്ങളും നിങ്ങൾ നോക്കിക്കോ, അത് പക്കയായിരിക്കും. എത്രയായിരിക്കും? ഇത് 3 ആയിരിക്കും, ഇത് 3 ആയിരിക്കും. എല്ലാ വശങ്ങളും 3 സെന്റിമീറ്റർ ആയിരിക്കും. ആംഗിൾസ് ഡിഫറെന്റ് ആയതുകൊണ്ടാണ് ഇതിനൊരു മാനില്ലാത്തത്. സമഷഡ്ഭുജം വരയ്ക്കാനുള്ള ചോദ്യമൊക്കെ സിമ്പിൾ ആയിട്ട് വരയ്ക്കാവുന്നതാണ്. നമ്മൾ ലൈവില് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ. വേറൊരു ചോദ്യം കൂടി ഉണ്ട് ടെക്സ്റ്റ് ബുക്കിലെ. ഒരു വൃത്തം വരച്ചുകൊണ്ട് നോക്കട്ടെ വേഗം നോക്കാം. Draw a circle of radius 3 centimeter. 3 സെന്റിമീറ്റർ ആരമുള്ള ഒരു വൃത്തം വരച്ച് അതിലെല്ലാ ശീർഷങ്ങളും വരുന്ന വിധത്തിൽ ഒരു സമപഞ്ചഭുജം നിർമ്മിക്കുക. Draw a regular pentagon with all vertices on this circle. സിമ്പിൾ ആടാ. റെഗുലർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര സിമ്പിളാണ്. അതായത് വൃത്തത്തിനെ നമുക്ക് 5 ഭാഗങ്ങളായിട്ട് മാറ്റണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് വൃത്തത്തിനുള്ളിൽ 5 പോയിന്റ്സ് വരണം. ഇവരിങ്ങനെ ഞാൻ റഫായിട്ട് കാണിച്ചു തരാം. ഇതൊരു സർക്കിൾ ആണെങ്കിൽ ഇങ്ങനെ 1 2 3 4 5. ഇത് സമഷഡ്ഭുജം അല്ല, ജസ്റ്റ് പഞ്ചഭുജം എന്നല്ല, ഞാൻ ജസ്റ്റ് ഒരു റഫായിട്ട് കാണിച്ചു തന്നുള്ളൂ. ഇതാണ് നമ്മൾ ആക്ച്വലി വരയ്ക്കാനായിട്ട് പോകുന്നത്. വൃത്തത്തിനെ ഒരു 5 കഷ്ണങ്ങളായിട്ട് മുറിക്കണ പോലെ നിങ്ങൾ ആലോചിക്കുക. ഒരു സർക്കിളിന്റെ ചുറ്റോറുള്ള ആംഗിൾസ് എത്രയാണ്? ഒരു സർക്കിളിന്റെ ചുറ്റോറുള്ള ആംഗിൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ചെറുപ്പം മുതൽ. എത്രയാണ്? 360 ഡിഗ്രിയാണ്. അതിനെ എത്ര ഭാഗമായിട്ട് മാറ്റണം പറഞ്ഞിട്ടുള്ളേ? 5 ഭാഗമായിട്ട്. 360 5 വെച്ച് ഹരിക്കുക. സമ പഞ്ചഭുജ ആയതുകൊണ്ടാണ് ഞാനിവിടെ 360 5 വെച്ച് ഹരിക്കണേ. സമ ഷഡ്ഭുജാണ് വരയ്ക്കണമെങ്കിൽ ഞാൻ 360 6 വെച്ചിട്ടാണ് ഡിവൈഡ് ചെയ്യുക. 5 വെച്ച് ഹരിക്കുമ്പോൾ എത്രയായിരിക്കും കിട്ടുക? 72 ഡിഗ്രി ആയിരിക്കും കിട്ടുക. ഇത് മാത്രം അറിഞ്ഞാൽ മതി. ഇനി വ്യക്തമായിട്ട് ക്വസ്റ്റ്യനിൽ പറഞ്ഞ പോലെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 സെന്റിമീറ്റർ ആരമുള്ള വൃത്തം വരയ്ക്കുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പൊ എല്ലാവരും കോമ്പസ് എടുക്കുക. കോമ്പസ് എടുത്തതിന് ശേഷം സ്കെയിലിലെ 3 സെന്റിമീറ്റർ കൃത്യമായിട്ട് എടുക്കണം. കാരണം ആരം പറഞ്ഞിട്ടുണ്ട് 3 സെന്റിമീറ്റർ ആണ്. അപ്പോൾ ഇതാ ഇവിടെ നിന്ന് എടുത്തു. 3 സെന്റിമീറ്റർ കറക്റ്റായിട്ട് വെച്ചു. 3 അല്ലേ സാറേ? ഇനി 3 സെന്റിമീറ്റർ വൃത്തം വരച്ചു. സെന്റർ മാർക്ക് ചെയ്യാൻ വർക്ക് ചെയ്തിട്ടാണ്. നിങ്ങൾക്ക് പിന്നെ സെന്റർ മാർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടില്ലല്ലോ. ഒരു കൂർത്ത അഗ്രമായിരിക്കുമല്ലോ അതവിടെ. ഒരു പാടൊക്കെ ഉണ്ടാവും. ഇഷ്ടായിട്ടാ. ഓക്കെ. ഇതാണ് എൻ്റെ സെന്റർ. എന്താ ഇനി ചെയ്യണ്ടേ? ഇനി റേഡിയസ് വരച്ചു. ഇനി നമ്മുടെ സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്ന് ഒരു റേഡിയസ് ഇങ്ങനെ ചാമ്പുക. യെസ്. ഈ റേഡിയസ് എത്രയായിരിക്കും? 3 സെന്റിമീറ്റർ ആയിരിക്കും. 5 ഭാഗങ്ങളാക്കി മുറിക്കനെ കുറിച്ച് പറഞ്ഞിരുന്നു. അതുപോലെ 72 ഡിഗ്രി എന്നും കിട്ടിയിരുന്നു. അതായത് നമ്മൾ പറയുന്നത് ഈ റേഡിയസ് വെച്ചിട്ട് പ്രൊട്രാക്ടർ വെച്ചിട്ട് ഇനി 72 ഡിഗ്രി മാർക്ക് ചെയ്യാണ്. അങ്ങനെ നമുക്ക് 5 ഭാഗങ്ങളായിട്ട് മുറിക്കാം. 5 പോയിന്റ്സ് കിട്ടും സർക്കിളിന്മേ. അതെല്ലാം കൂടി യോജിപ്പിച്ച് കഴിഞ്ഞാൽ സമ പഞ്ചഭുജമായി, റെഗുലർ പെന്റഗണായി. അതെങ്ങനെയാ നോക്കുക? വേഗം പ്രൊട്രാക്ടർ എടുക്കുക. ഇപ്പം തന്നെ നമ്മുടെ വീഡിയോയുടെ ലെങ്ത് ഒരുപാടായി. സോ ഇനി ഒരുപാട് ഡിലേ ആക്കുന്നില്ല സംസാരിച്ച്. ഇതാ ഇങ്ങനെ പ്രൊട്രാക്ടർ എടുക്കുക. പ്രൊട്രാക്ടർ എടുത്തതിന് ശേഷേ എന്താ ചെയ്യണ്ടേ ഗിരിയേട്ടൻ? എന്താ ചെയ്യണ്ടേ? 72 ഡിഗ്രിയിൽ ഒരു പോയിന്റ് മാർക്ക് ചെയ്യാം. 72 എന്ന് പറഞ്ഞാൽ എവിടെയാ? ഇത് ഒരു 72 ആണ്. ഇനി അങ്ങോട്ട് വരയ്ക്കുക. അങ്ങോട്ട് ഇങ്ങനെ വരയ്ക്കുന്നത് വളരെ അത്യുത്തമമായ കാര്യമാണ്. ഇതാ ഇങ്ങോട്ട് വരച്ചു. ഇനി വീണ്ടും ഈ ഒരു കൃത്യമായിട്ട് ഇതാ ഇവിടെ കൊണ്ടുപോയിട്ട് എൻ്റെ പ്രൊട്രാക്ടർ വയ്ക്കുക. അവിടെ നിന്നും എത്ര തന്നെയാണ് വേണ്ടത്? 72. ബോർഡായതുകൊണ്ട് ചെറിയൊരു അങ്ങോട്ടും ഇങ്ങോട്ടും വരും കേട്ടോ. 72 ഇവിടെ പോയിന്റ്. അങ്ങോട്ട് ലൈൻ വരയ്ക്കുക. ലൈൻ വരച്ചു. ഓക്കെ. ഇനി വീണ്ടും ഒരു 72 ഇങ്ങനെ പ്രൊട്രാക്ടർ തിരിക്കുക. തിരിച്ച് പ്രാന്താവും.
ഓക്കെ, അപ്പോൾ 72 എന്ന് പറയുമ്പോൾ എവിടെയാ 70-നും 80-നും ഇടയിൽ ശ്രദ്ധിക്കണം കേട്ടോ. 70-നും 80-നും ഇടയിൽ ഇങ്ങനെ. യെസ്, 72 ഞാൻ മാർക്ക് ചെയ്തു. അവിടേക്ക് വരയ്ക്കുന്നു. ഓക്കെ, ഒരു 72 കൂടി വരച്ച് കഴിഞ്ഞാൽ പരിപാടി തീർന്നു കേട്ടോ. സാറിന് നക്ഷത്രമാണ് വരയ്ക്കണേ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ വിഷമമൊന്നും വിചാരിക്കരുത്, നമ്മൾ അടിപൊളി ഒരു ഫിഗറിലേക്ക് എത്തും. ഓക്കെ, പരിശ്രമിച്ചിടുകൽ എന്തിനേയും അങ്ങനെന്താ പാട്ടില്ലേ? റെഡി. ഓക്കെ, 72 എവിടെ മാർക്ക് ചെയ്യണ്ടേ? 60 കഴിഞ്ഞു, 70 കഴിഞ്ഞു, 72 മാർക്ക് ചെയ്തു. യെസ്, നമ്മുടെ അവസാനത്തെ യെസ് ഇങ്ങോട്ട് വരച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് സർക്കിളുമ്പോൾ 5 പോയിന്റ്സ് കാണാം. ഏതൊക്കെയാണ് പോയിന്റ്സ്? 1, 2, 3, 4, 5. ആ 5 പോയിന്റ്സ് ഒന്ന് യോജിപ്പിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അതാ 1 കറക്റ്റായിട്ട് ഇതാക്കണം കേട്ടോ. കറക്റ്റായിട്ട് ബുദ്ധിമുട്ടിക്കണമെന്നല്ല, കറക്റ്റായിട്ട് വരയ്ക്കണം. 1, അതുപോലെ 2, അതുപോലെ 3, അതുപോലെ 4, അതുപോലെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ 5. ഈ കാണുന്നതാണ് സമപഞ്ചഭുജം. വേണമെങ്കിൽ പേര് കൊടുത്തോ, ABCDE. ABCDE 5 പോയിന്റ്സ് സർക്കിളുമേ വരച്ചത് സമപഞ്ചഭുജം. പഠിച്ചു പോവാ 2 ക്വസ്റ്റ്യൻസും. അങ്ങനെയാണെങ്കിൽ മക്കൾക്ക് കമന്റ് ചെയ്യാൻ ഒരു ചോദ്യം തരട്ടെ. ഇതേപോലത്തെ ഒരു റെഗുലർ ഒക്ടഗൺ വരയ്ക്കാൻ നിൽക്കുക. 8 വശമുള്ള റെഗുലർ സമ അഷ്ടഭുജം വരയ്ക്കുകയാണ്. ഞാൻ സർക്കിളിന് എത്ര ഭാഗങ്ങളായിട്ട് ഈക്വലി എത്ര ഡിഗ്രിയിൽ മുറിക്കണം? അതൊന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ പോളിഗൺസ് ചാപ്റ്റർ എടുത്ത മക്കളുടെ എല്ലാ ഫ്രണ്ട്സിലേക്കും, ഏതൊക്കെ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ടെന്ന് അറിയില്ല, അല്ല ഏതൊക്കെ സ്കൂളുകളിൽ എടുത്തിട്ടുണ്ടെന്ന് അറിയില്ല. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഈ ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് അയച്ചു കൊടുക്കുക. അവരോടും പറയുക ഈ ക്വസ്റ്റ്യൻ കഴിഞ്ഞ പ്രാവശ്യത്തെ ഓണം എക്സാമിന് ഉണ്ടായിരുന്നു വരയ്ക്കാനുള്ള ചോദ്യങ്ങൾ ഈ ചാപ്റ്ററിലെ. അത്രയേ ഉള്ളൂ. സോ മക്കൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിച്ചുകൊണ്ട് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ബൈ ഓൾ. താങ്ക് യു.